ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങ, പിന്നെ നാടൻ കറിവേപ്പില, പിന്നെ ഉപ്പ്, വാളംപുളി, 4 അല്ലി ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്, കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയായിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് കയ്യിലുള്ള ഏത് മുളക് പൊടിയാണോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് കിട്ടും. പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇത് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നമ്മുടെ ചമ്മന്തി. ഇത് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനുള്ള ചമ്മന്തിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ബാച്ചിലേഴ്സിനും പിന്നെ നല്ല ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എന്തൊരു റെസിപ്പി ഉണ്ടാക്കും നോക്കി. നമുക്കിത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത്, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തു. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു നാടൻ ചമ്മന്തിയാണിത്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ചമ്മന്തിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. സിമ്പിളായിട്ടുള്ള ചമ്മന്തിയാണിത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.